वैष्णव जन तो तेने कहिए जे, पीर पराए जाने रे। वैष्णव जन तो तेने कहिए जे, पीर पराए जाने रे। The story of my experiments with truth is the autobiography of Mahatma Gandhi, covering his life from early childhood through to 1921. It was written in weekly installments and published in his journal Navajeevan from 1925 to 1929. In 1998, the book was designated as one of the 100 best spiritual books of the 20th century by a committee of global spiritual and religious authorities. The introduction announces a pact he made with his readership, explaining both the circumstance behind and the motivations for his drafting the book. There follows a chronologically structured sequences beginning with an account of his parental background. He then explores memories of his childhood and youth, his time in South Africa, followed by a narration of the activities he engaged in after his return to India. The final chapter deals with the meeting of the Indian National Congress at Nagpur and his rejection of the public acclaims he had received. The book relates how Gandhi experimented on himself as he pursued his search for truth, truth being for him a synonym for God. 1909 ഗാന്ധിജി എഴുതിയ ഒരു പുസ്തകമാണ് ഹിന്ദ് സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ. അതിൽ അദ്ദേഹം സ്വരാജ്, ആധുനിക നാഗരികത, യന്ത്രവൽക്കരണം തുടങ്ങിയവയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കുന്നു. രാജ്യദ്രോഹ ഗ്രന്ഥമായി 1910 ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ ഈ പുസ്തകം നിരോധിച്ചു. 1909 നവംബർ 13 നവംബർ 22 ഇടയിൽ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഗാന്ധി തൻ്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ ഈ പുസ്തകം എഴുതിയത്. ആധുനിക കാലത്തെ മാനവികതയുടെ പ്രശ്നങ്ങൾ, കാരണങ്ങൾ, പരിഹാരം എന്നിവയ്ക്ക് ഗാന്ധി ഒരു പ്രതിവിധി നൽകുന്നു. ഗുജറാത്തി പതിപ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചതിന് ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ഗാന്ധി പിന്നീട് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഇംഗ്ലീഷ് പതിപ്പ് ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടില്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇന്ത്യക്കാർ ബ്രിട്ടീഷ് ആശയങ്ങൾക്ക് വിധേയരാകുന്നതിൽ ഈ പുസ്തകം വലിയ സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് നിഗമനം ചെയ്യപ്പെട്ടു. ഇത് ഫ്രഞ്ച് ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. Gokhale, my political guru. This book is being published on the 35th anniversary of Gopalakrishna Gokhale. It is a collection of Gandhiji's writings about that divine soul. Gandhiji had accepted him as his master, had followed him in the spirit of a devoted disciple, and had been in a contact with him for 20 years. Gokhale's life, character, aspirations, his messages was also described in this book. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമ്മുടെ മഹാത്മാഗാന്ധി 50-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തനിക്ക് പ്രചോദനമായതും ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിച്ചതും സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള തീവണ്ടി യാത്രയിൽ തൻ്റെ സുഹൃത്ത് സമ്മാനിച്ച ജോൺ റസ്കിൻ്റെ അൺടു ദ ലാസ്റ്റ് എന്ന പുസ്തകത്തിന്മേലാണ്. ഗാന്ധിജി എഴുതിയ വില്ലേജ് സ്വരാജ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വില്ലേജ് സ്വരാജ്. വില്ലേജ് എന്നാൽ ഗ്രാമം, സ്വരാജ് എന്നാൽ സ്വയം ഭരണം അല്ലെങ്കിൽ സ്വന്തം ഗവൺമെൻറ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദേശ ശക്തികളിൽ നിന്നും ഉള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യമായിരുന്നു സ്വരാജ്. ഓരോ ഗ്രാമത്തിൻ്റെയും ആദ്യത്തെ ശ്രദ്ധ സ്വന്തം ഭക്ഷ്യവിളകളും തുണിക്ക് പരുത്തിയും വളർത്തുക എന്നതായിരിക്കണം. കൃഷി, ഗ്രാമവ്യവസായം, മൃഗസംരക്ഷണം, ഗതാഗതം, അടിസ്ഥാന വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം എന്നിവയുൾപ്പെടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ദുർബലരുടെ ചെലവിൽ സമ്പത്ത് ശേഖരിക്കാൻ ശക്തരെ പ്രാപ്തരാക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം തെറ്റായതും നിന്ദ്യവുമായ ശാസ്ത്രമാണ്. അത് മരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഗാന്ധിജി അടിവരയിട്ട് പുസ്തകത്തിൽ പറയുന്നു. പുസ്തകത്തിന്റെ അവസാനം അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മതങ്ങളുടെ സമത്വവും വികേന്ദ്രീകരണവുമാണ്. അഹിംസാത്മകമായ പാതയിലൂടെ ഇന്ത്യ വികസിക്കണമെങ്കിൽ അത് പല കാര്യങ്ങളും വികേന്ദ്രീകരിക്കേണ്ടി വരുമെന്ന് നിർദ്ദേശിക്കുന്നു.
Truth is God is one of the major works of Gandhi. Prabhat Prakashan is the publisher of this book and published on 8th April 2020. God and religions are fundamental necessities for normal healthy life to the individual as well as to nations. Here in this book, the reader will find Gandhi speaking from his heart on various occasions in the course of 30 years of the maturest period of his life. What a modern man who did very great things thought on the subject of God and religion cannot fail to be instructive to educated man and woman in these difficult days. According to Gandhi, God and truth which has great significance. His mission was not only to humanize religion but also to moralize it. Gandhi's interpretation of humanism, Islam and Christianity made his religious a federation of different religious faiths. Reality, according to Gandhi, is truth and truth is reality. Man's ideal is to achieve God through truth and non-violence, but he cannot achieve perfect truth. Gandhi considered that man is a finite being, but God is infinite or to absolute truth, which he strived to know. It is particularly associated with his contributions to the idea of non-violent resistance, sometimes also called civil resistance. The two pillars of Gandhiism are truth and non-violence. Mahatma Gandhi's India of My Dream is a complication of his previous works, writings and speeches published on various forums like Young India, Navajivan and Harijan. In this book discusses about the various aspects of Indian culture, its heritage and about the society at large. The changing socio-economic and political scenario is compared with that of past and various experience of Gandhiji has been discussed in this book. The text aspires to give a complete layout of Mahatma Gandhi's expectations of a free and independent India to the reader. There are 75 topics in which Gandhiji speaks about his thoughts and dreams of the nation. It is very aristocratic and magnificent book that will be always inspirational for all of us. By reading this book, we can give a contribution for the betterment of society. I salute to great personality Mahatma Gandhi, father of nation. The Law and the Lawyers. The book was written by Mahatma Gandhi and it was published in 1962. The book says about the life and example of the Mahatma who ennobled the legal profession, who remained faithful to its highest traditions, and who showed the heights to which it can be raised ought to form part of the teaching and training of every law student. This book will have more than served its purpose if it inspires the reader, be he a lawyer or a layman, with the belief that the vocation of the lawyer is an honorable vocation requiring the highest standards of rectitude, integrity, and uprightness, and that its practice is in no way inconsistent with the pursuit of truth.